എന്തെങ്ങനെ ഇരിക്കണേ? ഒന്നുമില്ല, വെറുതെ ഇരുന്നതാ. അവിടെ പൈനാപ്പിളും മാങ്ങയൊക്കെ മേടിച്ചു വെച്ചിട്ട് അത് ചീച്ചു കളയാന്. നിനക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൂടെ? ഞാനത് മറന്നുപോയി. എന്തായാലും ഉണ്ടാക്കി തരാം. ആ, അത് കേട് വന്നു പോവും. എന്റെ കൂട്ടുകാരെ, നിങ്ങൾ ഇങ്ങനെ ഇരുന്നാ മതിയാ? നമുക്ക് ഓണായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പഠിക്കണ്ടല്ലേ? നമുക്ക് തിരുവോണത്തിന് നല്ല സ്റ്റാർ ആവണ്ടേ? അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പൈനാപ്പിൾ പച്ചടി മാങ്ങച്ചാറാണ് കേട്ടോ. അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കാനായിട്ട് ദേ ഒരു പൈനാപ്പിളും ഒരു 3-4 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം പൈനാപ്പിൾ ഒക്കെ ചെറിയ പീസായി കട്ട് ചെയ്തത് നമുക്ക് ഇതേ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് നാളികേരം, പച്ചമുളക്, ജീരകം, കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് അരച്ചെടുത്ത് വെക്കണം. അപ്പത്തേക്കും എന്ത് ചെയ്യും, നമ്മളുടെ പൈനാപ്പിൾ ഒക്കെ വെന്ത് അത്യാവശ്യത്തിന് വെള്ളമൊക്കെ വറ്റി വന്നു. അപ്പൊ അതിലേക്ക് കുറച്ച് ശർക്കര പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വറ്റി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നാളികേരം അരച്ച് വെച്ചതും കൂടി ഒഴിച്ചു കൊടുത്ത് അതിലത്തെ നാളികേരത്തിന്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുറുകി ആ പച്ചമണമൊക്കെ മാറി വരുമ്പോ തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് തൈരും കൂടെ ഒഴിച്ച് നമുക്ക് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി അതിലേക്ക് താളിപ്പ് റെഡിയാക്കാനായിട്ട് കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലേക്ക് ഇട്ട് ഒന്ന് താളിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പൈനാപ്പിൾ പച്ചടി ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് മാങ്ങച്ചാറാണ്. അപ്പൊ അതേ മാങ്ങയൊക്കെ ചെറുതായിട്ട് കുരുകുരാന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിനിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്ത് വഴറ്റിയിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുറച്ച് കായത്തിന്റെ പൊടിയും പിന്നെ കടുക് വറുത്ത് പൊടിച്ചതും ഉലുവപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങയിലേക്ക് നമ്മളുടെ മുളക് പൊടിയുടെ കൂട്ടൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വിനാഗിരിയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മാങ്ങാച്ചാർ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ, കറിയൊക്കെ ആയിയാ? ആയമ്മേ, ഇതിപ്പോ അവിടെ ഇരിക്കണ്ടാരോ? ഞാൻ പറഞ്ഞ കാരണം ഇത് കറിയാക്കിയത് അല്ലെങ്കിൽ അത് അവിടെ നിന്ന് ചീഞ്ഞു പോകും. ഇപ്പൊ എന്തായി, ഓണത്തിന് വീണ്ടും 2 കറിയും കൂടി ആയില്ലേ? ഇതൊന്ന് കഴിച്ചു നോക്കിയേ, ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയേ. അച്ചാറായിണ്ട്. പൈനാപ്പിൾ പച്ചടി കഴിച്ചു നോക്കിയേ. ഓണത്തിന് നമുക്ക് ഇതല്ലാതെ ഒരുമിച്ചൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. 10 ദിവസം നമുക്ക് ഓണം തന്നെയല്ലേ? ഓണത്തിന്റെ അന്ന് നമ്മൾ പട്ടിണിയാ. പട്ടിണിയാ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ദിവസമൊക്കെ ഓണാ. സൂപ്പറായിണ്ടാ? സൂപ്പറായിട്ട് ഇട്ടേ. നന്നായാ? നല്ല കറിയുണ്ട്. ഇഷ്ടപ്പെട്ടു? അടിപൊളി പൈനാപ്പിള് കറിയുണ്ട്. സദ്യയില ഞങ്ങൾക്ക് തിന്നിട്ടുള്ളൂ. എന്നാ പിന്നെ ഇത് കൂട്ടി ചോറുണ്ടോ? ഇതന്നെ പരിപാടിയുള്ളൂ. ഇത് അകത്ത് കൊണ്ടുവച്ചിട്ടേ അമ്മ ഇഷ്ടത്തിന് ചോറ് കൂട്ടി കഴിച്ചോട്ടോ.